കോപ്പി അടിച്ചിട്ടാണെങ്കിലും വരട്ടെ എന്ന് ഒരു സംവാദത്തിന് ചർച്ചക്ക് ഫീഡ്ബാക്കല്ല 10 വർഷം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ചെയ്യുന്നത്. എന്താ UDF-നുള്ളത്, എന്താ NDA-ക്കുള്ളത് പറയട്ടെ എന്ന്. നിങ്ങൾ ആരെങ്കിലും തിരിച്ചു തന്നു കഴിഞ്ഞാൽ വികസിത് കേരള സൈറ്റ് ഉണ്ടെന്ന് പോയി നോക്ക്. NDA-യുടേത് എന്തുവാ ഉള്ളത്? ഒന്നുമില്ല, ഒരു വസ്തുവില്ല, ബ്ലാങ്കാണ്. ചില പോഡ്കാസ്റ്റ് അല്ലാതെ ഈ കേരളത്തിൽ എന്താ ചെയ്യാൻ പോണത് എന്നതിനെ കുറിച്ച് UDF-ന് ഒരു രേഖയുണ്ടോ? അവിടെയാണ് ഈ ചർച്ചയുടെ പ്രാധാന്യം. നമ്മൾ കേരളത്തോട് പറയുന്ന 10 വർഷം ഇത്ര കേരളം വളർന്നു, ഈ വളർച്ച മുരടിക്കരുത്, കൊണ്ടുപോകാൻ ഇതാ കൃത്യമായ ഒരു പരിപാടി. ആ പരിപാടി കുറച്ചുപേർ ആരെങ്കിലും തലയെഴുതി ഉണ്ടാക്കിയതല്ല. ഇവിടെ പറഞ്ഞ പോലെ 20,000 ആളുകളാണ് പങ്കാളിത്തം ചർച്ചകളിൽ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഈ രേഖ തയ്യാറാക്കാൻ വേണ്ടി 45 ഉപസമിതികൾ പ്രവർത്തിച്ചാൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെയാണ് മുഖ്യമന്ത്രി 20,000 പേരോട് നിങ്ങൾക്ക് എന്താ നിർദ്ദേശമുള്ളത്? അതിൽ 500 പേരുടെ നിർദ്ദേശങ്ങൾ അച്ചടിച്ച് 4ാം വാല്യം വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ തന്ന നിർദ്ദേശങ്ങളുണ്ട്, ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിലിടുകയാണ്. ഇവിടെ രാംകുമാറിന്റെ പേടി ഇത് കോപ്പി അടിച്ചു കളയുമെന്നുള്ളതാണ്. കോപ്പി അടിച്ചിട്ടാണെങ്കിലും വരട്ടെ എന്ന് ഒരു സംവാദത്തിന് ചർച്ചക്ക് കേരളത്തില് ഒരു പുതിയ വികസന സംവാദത്തിന് ഈ 5ാം അന്തർദേശീയ കേരള പഠന കോൺഗ്രസ് തുടക്കം കുറിച്ചിരിക്കുകയാണ്.